ഈ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നപ്പോ സമൃദ്ധ ആരുടെ പേരാ വിളിച്ചത്? അത് പിന്നെ ഗോകുലിന്റെ പേര്. അല്ലാതെ അവൾ ആരുടെ പേര് വിളിക്കാനാ? പക്ഷേ ഞാൻ കേട്ടത് അങ്ങനല്ലല്ലോ. ആര് പറഞ്ഞു? ഞങ്ങള് വേറൊന്നും കേട്ടില്ലല്ലോ. ദൈവമേ, എന്റെ സച്ചേട്ടൻ. എന്താടോ? എന്താ എന്തു പറ്റി? മോളെന്തിനാ അലറി വിളിച്ചേ? എന്താടോ താൻ ഓക്കെ അല്ലേ? ഞാനൊരു സ്വപ്നം കണ്ടതാ. താൻ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. സ്വപ്നത്തിൽ നീ ഏതോ പേര് വിളിച്ച് ബഹളം വെക്കുന്ന പോലെയാണല്ലോ ഞാൻ കേട്ടത്. എന്തിനാ മോളെ നീ ഈ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്നത്? മോളുടെ കൂടെ ഞാൻ കിടന്നോളാം. നീ ഗോകുലിന്റെ മുറിയിൽ പോയി കിടക്ക്. നിന്റെ ഈ പേടിയൊക്കെ മാറും. അമ്മ പറഞ്ഞത് ശരിയാ. ഇന്നു മുതലേ നീ ഈ മുറിയിലുള്ള കിടപ്പ് അവസാനിപ്പിക്കണം. ഭാര്യയും ഭർത്താവും ആയാലേ ഒരുമിച്ച് കിടന്നുറങ്ങണം. നീ ഈ മുറിയിലും ഇവൻ അവിടെയും കിടന്ന് എത്രനാൾ ഇങ്ങനെ ഉറങ്ങും? നിങ്ങൾ ഒരുമിച്ച് നല്ലതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ലേ ദമ്പതി പൂജയ്ക്കും മറ്റും പോയത്. അത് കഴിഞ്ഞിട്ടും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ രണ്ടായി കിടക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഒറ്റയ്ക്ക് കിടക്കുമ്പോ പേടിച്ച് നിലവിളിക്കുകയും ചെയ്യും. എടി മതി മതി മതി, നിങ്ങളൊന്ന് പോയേ. ചെല്ല്, സമൃദ്ധ ഉറങ്ങട്ടെ. ഇവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങണ്ടേ? എന്റെ അമ്മ ഇപ്പോഴാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. അമ്മ ഇറങ്ങിക്കേ. ഡേ അമ്മ കൊണ്ട് പോയേ. ഇറങ്ങ. താൻ വാതിലടച്ച് കിടന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെ വിളിച്ചാൽ മതി. പേടിക്കണ്ടടോ, തൊട്ടടുത്ത മുറി ഞാനുണ്ടല്ലോ. ധൈര്യമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. എന്താ ഉണ്ടായേ? എന്തിനാ സമൃദ്ധ നിലവിളിച്ചത്? വെറുതെ സ്വപ്നം കണ്ട ആളെ പേടിപ്പിക്കാൻ, അല്ലാതെന്താ? ആ മഠത്തിൽ പോയി വന്നതിന് ശേഷം ആകെ ദുർനിമിത്തങ്ങളാ. അവളുടെ മാനസിക നില ആകെ തെറ്റിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സ്വപ്നത്തിൽ ചിലപ്പോ ആ ഭ്രാന്തൻ സച്ചി വന്ന് ശല്യപ്പെടുത്തി കാണും. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരു സ്വപ്നം കണ്ട് നിലവിളിച്ചതിന് ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ പോയി കിടന്നുറങ്ങി. പോവമ്മേ. അളിയാ, ഈ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നപ്പോ സമൃദ്ധ ആരുടെ പേരാ വിളിച്ചത്?
അത് പിന്നെ ഗോകുലിന്റെ പേര്. അല്ലാതെ അവൾ ആരുടെ പേര് വിളിക്കാനാ? പക്ഷേ ഞാൻ കേട്ടത് അങ്ങനല്ലല്ലോ. ആര് പറഞ്ഞു? ഞങ്ങള് വേറൊന്നും കേട്ടില്ലല്ലോ. രാജീവേട്ട വാ, എഴുന്നേക്ക്. സമയം എത്രയാന്നറിയോ? വാ വാ രാജീവേട്ട. ഇപ്പോ അവൾ എന്റെ കയ്യിലെ കളിപ്പാവയാ. അപ്പൊ പിന്നെ മാഡത്തിന് അവളെ തീർക്കാൻ എളുപ്പമാണല്ലോ. അതിന് തന്നെയാണല്ലോ ഞാൻ അവളെ സ്നേഹിച്ച് ആ വീടിനകത്ത് വരെ കയറിയത്. സച്ചിയും അർച്ചനയും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടരുത്. കണ്ടുമുട്ടാൻ അവൻ ഉണ്ടാവരുത്. അർച്ചന, നീ എത്ര മാറിയാലും നിന്റെ സച്ചേട്ടന് ഒരു മാറ്റമില്ലാതെ ഇവിടെ തന്നെയുണ്ട്. നിന്നെയും കാത്ത് ഈശ്വരനായിട്ട് കൂട്ടി യോജിപ്പിച്ചതാ നമ്മൾ പിരിയില്ല അർച്ചനെ. ഞാൻ അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അല്ല സച്ചിൻ തയ്യുന്നിടത്ത് ഇവിടെ. വക്കീൽ വന്നോ? അല്ല സമയം 8 മണിയായുള്ളൂ. എന്താ ഇത്ര രാവിലെ? ഞാൻ ഓഫീസ് തുറക്കുന്നത് 10 മണിക്കാണെന്ന് സച്ചിക്ക് അറിയാലോ. പിന്നെന്ത് പറ്റി? സച്ചി ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? ഉറക്കം മറന്നിട്ട് ദിവസങ്ങളായി വക്കീലേ. കണ്ണടച്ച മുന്നിൽ വരുന്നത് അർച്ചനയുടെ മുഖവും ആ ഗോകുൽ സാറിന്റെ വീടുവാ.